എസൻസി ലാവലിൻ്റെ പറഞ്ഞു, അതനുസരിച്ച് എന്നെയാണ് ശിക്ഷിച്ചത്. അതിനു പകരം പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുത്തത് കുറ്റവാളിയായിട്ട് CNDG റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നയാളിനെയാണ് അവരെടുത്തത്. പോളിറ്റ് ബ്യൂറോ എടുത്തത്. എൻ്റെ ജനറൽ സെക്രട്ടറി ഇങ്ങനെ ഒരു തീരുമാനമാണ് പാർട്ടി എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. എൻ്റെ ജനറൽ സെക്രട്ടറി ഈ വിജയനെ സംബന്ധിച്ച് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം ഇത് മൻമോഹൻ സിംഗിൻ്റെ പാർട്ടി ഈ നേതാക്കന്മാരെ ചീത്തയാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കേസാണ്. അതുകൊണ്ട് ഇത് നാം അംഗീകരിക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥൻ സത്യത്തിന് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അപ്പോൾ പറഞ്ഞു, യെസ്, അങ്ങനെയാകുമ്പോൾ പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം മാനിക്കുന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ നടപടിയെടുത്തോളൂ. നിങ്ങൾ എന്നെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റിക്കോളൂ. ഏതെങ്കിലും നിലവാരത്തിലുള്ള കമ്മിറ്റിയിലോ ഇല്ലെങ്കിൽ ഒരു കമ്മിറ്റിയിലോ ഇല്ലാത്ത വിധത്തിലുള്ള തീരുമാനം എടുത്തോളൂ. എനിക്ക് യാതൊരു എതിർപ്പുമില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കുന്നു, സെൻട്രൽ കമ്മിറ്റി നൽകുന്നു. അങ്ങനെ ഞാൻ സെൻട്രൽ കമ്മിറ്റി നിൽക്കുകയാണ്. കീഴ്ക്കോടതി അത് സംബന്ധിച്ച് അന്വേഷണം ശരിക്കും നടത്തി കുറ്റവാളികൾക്കെതിരായ ശിക്ഷാ നടപടികൾ എടുക്കാൻ തുനിയാതെ അവരെ മുഴുവൻ വെറുതെ വിട്ടപ്പോൾ കുറ്റവാളികൾ നിരപരാധികളാണെന്നല്ലേ വന്നിരിക്കുന്നത്. നിരപരാധികളാണെന്നൊരു കോടതി, കീഴ്ക്കോടതി ആകട്ടെ, പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പോഴും കുറ്റവാളികളാണെന്ന് പറയണോ? നിരപരാധികളാണെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ശരി, ഞാൻ എൻ്റെ ആക്ഷേപം പിൻവലിക്കുന്നു. മുകളിലും കോടതിയുണ്ടല്ലോ എന്നൊരു വാചകം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വരട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പുറത്തു പറയും.